ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ഫോണൊക്കെ ആരെങ്കിലും എടുക്കുന്നത് എങ്ങനെ തടയാൻ നോക്കാനാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഫോൺ എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ കയറി എന്തൊക്കെ മെസ്സേജ് അയക്കും, ചിലപ്പോൾ തെറിയൊക്കെ അയക്കണം. അതേപോലെ തന്നെ നമ്മളെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ പോകുക അങ്ങനെ എന്തെങ്കിലും സമയത്ത് നമ്മുടെ ഫോണ് കള്ളന്മാരൊക്കെ എടുക്കും. അപ്പോൾ ഇതൊക്കെ തടയാനുള്ളൊരു ആപ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാറൊക്കെ നമുക്ക് ചില കാറുകൾക്ക് നമുക്ക് ലോക്ക് തുറക്കാൻ നോക്കിയാലൊക്കെ ഒരു ഇത് വരും, കുറച്ച് കീ എന്നൊക്കെ പറഞ്ഞ് വെച്ച് വരും. അപ്പോൾ അതേപോലെ നമ്മുടെ ഫോണിൽ കൊടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ അലാറം നമ്മുടെ ഫോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിലുള്ളത് നമുക്ക് ചാർജർ ഡിറ്റക്ഷൻ മോഡ്, മോഷൻ ഡിറ്റക്ഷൻ മോഡ്, പ്രോക്സിമിറ്റി ഡിറ്റക്ഷൻ മോഡ്, പിന്നെ സിം ഡിറ്റക്ഷൻ മോഡ്, ഇങ്ങനെ കുറേ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ നമുക്ക് ചാർജർ ഡിറ്റക്ഷൻ മോഡ് ഓൺ ആക്കിയാൽ നമുക്ക് പ്ലേസ് കണക്റ്റ് ചാർജർ ഉണ്ടാവും. നമ്മൾ ചാർജർ കണക്ട് ചെയ്യണം. അപ്പോൾ ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഈ ചാർജർ ഡിറ്റക്ഷൻ മോഡ് ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ അല്ലെങ്കിൽ പിന്ന് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാറ്റേണോ അല്ലെങ്കിൽ പിന്നോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചാർജ് ആരെങ്കിലും കുത്തിച്ചതിന് ശേഷം ആരെങ്കിലും ദൂരെയാണെങ്കിൽ എടുക്കുമ്പോൾ അതിൽ ഒരു സൗണ്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കാറിലൊക്കെ വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, കാർ ഡോർ തുറക്കുമ്പോൾ വരുന്ന ആ കീ എന്ന ആ സൗണ്ട് നമുക്ക് ഇതിൽ കേൾക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ പിന്നെ അടിച്ചു കൊടുത്താലേ നമുക്കിത് പിന്നെ ഈ സൗണ്ട് നിൽക്കുള്ളൂ. അതുവരെ അത് സൗണ്ട് ആയിക്കൊണ്ടേ നിൽക്കും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ മോഷൻ ഡിറ്റക്ഷൻ മോഡിൽ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ച് അത് ആരെങ്കിലും എടുക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്താൽ തന്നെ അത് ഒന്നിങ്ങനെ അനക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഫോൺ അനങ്ങുന്നത് ഇത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സൗണ്ട് വരും. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഈ പാറ്റേൺ അല്ലെങ്കിൽ പിന്നെ അടിച്ചു കൊടുത്താൽ ഇത് സൗണ്ട് മാറുള്ളൂ. അതുപോലെ തന്നെ പ്രോക്സിമിറ്റി ഡിറ്റക്ഷൻ മോഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓണാക്കിയതിന് ശേഷം നമ്മൾ പോക്കറ്റിൽ വെക്കുക. പോക്കറ്റിൽ നമുക്ക് എവിടെ പോകുന്ന സമയത്ത് പോക്കറ്റിൽ വെക്കുക ഇത് ഓണാക്കിയതിന് ശേഷം. അപ്പോൾ നമ്മളെ ഫോൺ പോക്കറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ സൗണ്ട് വരും. ഈ സൗണ്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളിവിടെ കണ്ടോ ഒരു പ്രോക്സിമിറ്റി സെൻസർ, നമ്മുടെ ക്യാമറയുടെ അടുത്തായിട്ട് ഒരു പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്. അപ്പോൾ ആ പോക്കറ്റിൽ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ അടയും, ഇതിങ്ങനെ അടഞ്ഞ് കാണുള്ള നിൽക്കുക. പോക്കറ്റിൽ ഇടുമ്പോൾ അത് മറിഞ്ഞ് നിൽക്കും. അപ്പം മറിഞ്ഞ് നിൽക്കുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം അതിന് സൗണ്ട് വരും. അപ്പം അങ്ങനെയാണ് ഈ പോക്കറ്റിൽ ഇടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഉള്ളത് സിം ഡിറ്റക്ഷൻ മോഡ് എന്നുള്ളതാണ്. അത് നമ്മൾ സിം ഇട്ടതിന് ശേഷം നമ്മളെ പാസ്വേഡ് അടിക്കാം. പാസ്വേഡ് അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെ നമ്പർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഏത് ഫോണിലാണ് ഈ സെറ്റ് ചെയ്യുന്നത് ആ ഫോണിലിട്ട് സിമ്മിൻ്റെ നമ്പർ കൊടുക്കരുത്. നമ്മൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വേറെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടെ അങ്ങനത്തെ വേറെ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഫോൺ ഏതെങ്കിലും കള്ളന്മാരൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സിമ്മ് മാറ്റിയിടുമല്ലോ. അപ്പോൾ ആ സിമ്മ് മാറ്റിയിടുന്ന സമയത്ത് ഏത് സിമ്മാണോ അവരിട്ടത് ആ സിമ്മിൽ നിന്ന് നമ്മൾ കൊടുത്ത നമ്പറിലേക്കൊരു മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഏത് സിമ്മ് അവരുടെ നമ്പർ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളെ നമ്പർ കൊടുക്കരുത്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോണിലാണ് ആ കൊടുക്കുന്നത് സെറ്റ് ചെയ്യണത് ആ ഫോണിലെ നമ്പർ കൊടുക്കരുത്. പിന്നെ നമുക്ക് അടിയിൽ പോയാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഷെയർ ചെയ്യാനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഗ്രേസ് ടൈം ബിഫോർ അലാറം എന്ന് പറഞ്ഞതും ബിഫോർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അലാറം വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സാധനം തെറ്റ് ചെയ്തതിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് അലാറം അടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡിന് ശേഷമാണ് ആ സംഭവം എനേബിൾ ആകുക. അപ്പോൾ എത്ര സമയം കൊണ്ട് എനേബിൾ ആണെന്നില്ലാണ് ഗ്രേസ് ടൈം ബിഫോർ ഡിറ്റക്ഷൻ. അതുപോലെ അലാറത്തിൻ്റെ ടോണ് മാറ്റാൻ കഴിയും. നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് അങ്ങനെ ആക്കാൻ കഴിയും. അതുപോലെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത പിന്ന് നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ അപ്പോൾ നമ്മളെ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയൊക്കെ ഇതിൽ മാറ്റം കഴിയും. ഇപ്പോൾ ഹൈയോ മീഡിയം ലോ എത്ര
അതിൻ്റെ ഒരു പവർ നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ അതൊക്കെ തന്നെയാണ്, ഇതാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിലെ കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. സോ അടുത്ത വീഡിയോയിൽ കാണാം.